ഖുർആനിലെ 85-ാം അധ്യായം 5, 6, 7 വചനം. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. അതായത് നിങ്ങളെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മുതുകല്ലുകളുടെയും നെഞ്ചല്ലുകളുടെയും വാരിയല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ആണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ഞാനൊരു അത്ഭുതം കൂടി പറഞ്ഞോട്ടെ. എന്താ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളി എന്ന് ഖുർആൻ പറഞ്ഞ്? സ്ത്രീയുടെ തെറിച്ചു വീഴുന്നതല്ല, പുരുഷന്റേത്. ഖുർആനിന്റെ സൂക്ഷ്മതയും ശാസ്ത്രീയതയും ദൈവികതയും അവർ ഒറ്റ വാചകത്തിലുണ്ട്. എന്താ? XY ക്രോമസോം പുരുഷനിലെ, എക്സ് സ്ത്രീയിൽ XX ക്രോമസോം. പുരുഷനിലെ X സ്ത്രീയിലെ Xൽ കൂടിയാൽ പെണ്ണ്, പുരുഷനിലെ Y സ്ത്രീയിലെ Xൽ കൂടിയാലാണ്. അപ്പൊ ആണും പെണ്ണും തീരുമാനിക്കുന്ന ഇന്ദ്രിയം പുരുഷന്റേത്. മനസ്സിലായോ? വിശുദ്ധ ഖുർആന്റെ ചോദ്യം തന്നെ അതാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കണേന് എന്താണ്? വിശുദ്ധ ഖുർആൻ പറയണേന് എന്താണ്? മനുഷ്യരെ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിലെ ഒരു കണം. അത്ഭുതകരമായ പരാമർശാട്ടോ അത്. അതായത് അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന. ഖുർആനിലെ 75-ാം അധ്യായം 37-ാമത്തെ വചന. ആ വാചകം എന്താ അറിയുന്നത്? കോടിക്കണക്കിന് ബീജത്തിലെ ഒരു കണമായിരുന്നില്ലേ നീ? വല്ലാത്തൊരു ചോദ്യം. മനുഷ്യ, 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ ഒരു തവണ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിന്റെ കണക്കാ പറഞ്ഞു. 2 മില്ലി ലിറ്റർ. ആ 2 മില്ലി ലിറ്ററിൽ 200 കോടി ബീജം ഉണ്ടാവും. എത്ര കോടി? എത്ര കോടി മോനെ? 20? 200 കോടി. 200 കോടി ബീജം 2 മില്ലി ലിറ്ററിൽ. അതിലെ ഒരു ബീജം, ലക്ഷണമൊത്ത ബീജം അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. മനോഹരമാണ്. എംബ്രിയോളജി എന്താ അറിയോ? ആ ഇന്ദ്രിയ തുള്ളിയെ ഒരു രക്തപിണ്ഡമാക്കി. രക്തപിണ്ഡത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ആ രക്തപിണ്ഡത്തെ മാംസം കൊണ്ടും ആ മാംസത്തെ അസ്ഥിക്കൂടം കൊണ്ടും അനാവരണം ചെയ്തു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായി, അല്ലേ, ഒന്നും അറിയാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ നിന്നെ സൃഷ്ടിച്ചവൻ നിന്റെ ദൈവം. എന്താണ് വർഗീയത? അതിലെവിടെയാ വർഗീയത? അതിലെവിടെയാ വിഭാഗീയത? അതിലെവിടെയാ സംഘട്ടനം? അതിലെവിടെയാ പോരാട്ടം? ഖലഖൻ മിൻ ബാദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികും അല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഖുർആനിലെ 39-ാം അധ്യായം 6-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം അറിയുന്നത്? ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറകളിൽ. ഏതാ 3 ഇരുട്ടറ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബിയക്ക് ഓതിക്കൊടുത്ത വാചക. അത് മോഡേൺ സയൻസ് അല്ല. അമേരിക്കയിലെ സയൻസ് കോളേജിലെ ലെക്ചറർ ക്ലാസ് അല്ല ഇത്. അക്ഷരജ്ഞാനം പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ദൈവവചനത്തിന്റെ ദിവ്യാംശങ്ങൾ എന്തെയിലുള്ള വളരെ രസകരമായ മനോഹരമായ ഒരു ഘടന. അതിൽ ഖുർആൻ പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഖുർആൻ പറയണേ, ഒരു സൃഷ്ടിയുടെ 3 ഇരുട്ടറ. ഏതാ 3 ഇരുട്ടറ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മയുടെ വയറ് 1, 2 ഗർഭപാത്രത്തിന്റെ ഭിത്തി, 3 ആംനിയോകോറിയോൺ പാട. അതിനുള്ളിൽ ഒരു കുഞ്ഞിനെ വെച്ചു വളർത്തി അങ്ങനെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഖുർആൻ പറയുന്ന പ്രയോഗം നോക്ക്. എന്നിട്ട് ഖുർആൻ എന്താ പറഞ്ഞേ? മാധവ, സുരേന്ദ്ര, ദേവ, ജോർജ്, ബഷീറെ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നെ ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ? അവനാട്ടോ ദൈവം, അവനാട്ടോ പടച്ചോൻ. എന്ത് വർഗീയത അതിലുള്ള സുഹൃത്തുക്കളെ? ഇത് മനസ്സിലാവണില്ല. സങ്കടം തോന്നിപ്പോവാൻ, വേദന തോന്നിപ്പോവാൻ ലോകത്ത്. മനുഷ്യരെന്തുകൊണ്ട് ഇത് ഉൾക്കൊള്ളുന്നില്ല? മനുഷ്യരെന്തുകൊണ്ട് ഇത് ഉൾക്കൊള്ളുന്നില്ല? ഇനി നോക്കേ, 1,00,000 വർഷമായിട്ട്
ഈ ഭൂമുഖത്ത് മനുഷ്യർ വന്നിട്ട് 1,00,000 വർഷമായിട്ടേ ഉള്ളൂ. 1,00,000 വർഷമായിട്ടേ ഉള്ളൂ മനുഷ്യരിവിടെ വന്നിട്ട്. ശരി, ആത്മാർത്ഥമായി ആലോചിച്ചേ, ഈ 1,00,000 വർഷത്തിന് മുമ്പ് ആകാശല്ലേ ഉണ്ട്, ഭൂമിയില്ലേ ഉണ്ട്, സൂര്യനില്ലേ ഉണ്ട്, സർവ്വചരാചരങ്ങളില്ലേ ഉണ്ട്, രാവും പകലുമില്ലേ ഉണ്ട്. ആരതിനെ നിയന്ത്രിക്കുന്നു? നല്ലൊരു ചോദ്യമല്ലേ സുഹൃത്തുക്കളെ. രാവാകുന്നു, ഇതിപ്പോ രാത്രിയാണ്, ഈ രാവ് പകലിലെത്തും. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്ക്, വിശുദ്ധ ഖുർആൻ പറയണ നോക്ക്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ സൂക്തമാണ്. അതിന്റെ അർത്ഥം കേട്ടാൽ ഞെട്ടിപ്പോവും. എന്താ ചോദ്യം എന്നറിയോ? മനുഷ്യ, രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ ആരാണ്? നോക്കേ, എന്തൊക്കെ ചോദ്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്, അതല്ലെങ്കിൽ നരേന്ദ്രമോദി, അല്ലെങ്കിൽ വേറൊരാളെ ബ്രാക്കറ്റിൽ കൊടുത്താൽ കറക്റ്റ് ഉത്തരം എന്താ? നരേന്ദ്രമോദി. ശരി, സമ്മതിച്ചല്ലേ? ഇവിടുത്തെ ചോദ്യം എന്താ ഖുർആന്റെ? രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്ന ആ മഹാശക്തി ആരാണ്? ഇനി ഉത്തരം ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു, മുഹമ്മദ് നബി. ശരിക്കും ശ്രദ്ധിക്കണേ. പിശാരിക്കാവിലമ്മ, ഉള്ളാളം തങ്ങൾ, മുനമ്പത്ത് ബീവി, സാക്ഷാൽ പ്രപഞ്ചനാഥൻ. നിങ്ങൾ ഏത് ടിക്കിടും? ഒരു ക്രിസ്ത്യാനി ഏത് ടിക്കിടും? ഒരു ഹൈന്ദവൻ ഏത് ടിക്കിടും? ഞങ്ങൾ അത്രയും ചോദിക്കുള്ളൂ, ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. ഒരു മുസ്ലിം ഏത് ടിക്കിടും? എല്ലാ ചോദ്യങ്ങൾക്ക് ചാടിക്കയറി ഉത്തരം പറയുന്ന മലയാളി, അതിനൊരു ഉത്തരം കണ്ടുനോക്ക്. ഒരൊറ്റ വാചകമാണ് നോക്ക്. രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ മുഹമ്മദ് നബി എന്നൊരാൾ എഴുതിയെന്ന് വിചാരിച്ചോ? ആ ചോദ്യത്തിന് അങ്ങനെ മറുപടി ചെയ്ത പയ്യനെ കൊണ്ടുവന്നു അധ്യാപകൻ. മോനെ, ഈ ചോദ്യത്തിന് നിന്റെ ഉത്തരം മുഹമ്മദ് എന്നാ? മോനെ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പല്ലേ മോനെ ഖുറൈശി ഗോത്രത്തിൽ മുഹമ്മദ് ജനിച്ചത്? ആ ടീച്ചറെ, അതെ മോനെ. മുഹമ്മദ് ജനിക്കുമ്പോ ആകാശല്ലേ മോനെ? മുഹമ്മദ് ജനിക്കുമ്പോ രാവും പകലുമില്ലേ മോനെ? ഒരു തിങ്കളാഴ്ച രാവിലല്ലേ മോനെ മുഹമ്മദ് ജനിച്ചത്? മോനെ, ഞായറാഴ്ച തിങ്കളാഴ്ച ആയില്ലേ? ശനിയാഴ്ച ഞായറാഴ്ച ആയില്ലേ മോനെ? അന്ന് മുഹമ്മദ് ജനിച്ചിട്ടുണ്ടല്ല. അപ്പൊ രാവും പകലും ഉണ്ടാക്കിയ മുഹമ്മദാന്നുള്ള നിന്റെ ഉത്തരം എങ്ങനെ മോനെ ശരിയാവുക? ഓ, ശരിയാണ് സാർ, എനിക്ക് തെറ്റിപ്പോയതാണ്. തൊട്ടപ്പുറത്ത് വേറൊരുത്തനെ എഴുതി ശ്രീകൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹം മോനെ വിളിച്ചു. മോനെ, ശ്രീകൃഷ്ണനാണോ മോനെ? ആ, ശ്രീകൃഷ്ണനാണ്. അപ്പൊ അടുത്ത ചോദ്യം, മോനെ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നല്ലേ മോനെ ഐതിഹ്യം? അതെ ടീച്ചറെ. മോനെ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രി സ്റ്റാർട്ട് ചെയ്തത് 6:30 അത് അർദ്ധരാത്രി 12 മണി വരെ പ്രയാണം ചെയ്യുമ്പോ മോനെ ആ മാതാവിന്റെ വയറ്റിലായിരുന്നു ശ്രീകൃഷ്ണൻ. മോനെ, അപ്പൊ രാവിനെ പകലും പകലിനെ രാവും ആക്കിയ ശ്രീകൃഷ്ണനാണോ മോനെ? അല്ല എന്ന് വളരെ വ്യക്തം, വളരെ വ്യക്തം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ വ്യക്തം, എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ വ്യക്തം. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇതേ കാര്യങ്ങൾ ആലോചിച്ചോ. ഏത് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതിലും നിങ്ങൾ ബന്ധപ്പെടുത്തിക്കോ, അവിടെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, രാവും പകലും നിയന്ത്രിക്കുന്നവൻ ആര് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്ത്. ഉറപ്പായിട്ടും നമുക്ക് മുഹമ്മദ് നബിയാണെന്ന് പറയാൻ കഴിയില്ല, മുഹമ്മദ് നബിയാണ് ഉള്ളാളെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ വേറെ ഏത് മതവിഭാഗക്കാരനെ ആരാധിക്കുന്നതാണെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളൊരു ഉത്തരം കണ്ടെത്തും. എന്താ? ഉടയ തമ്പുരാൻ. ശരി, അതുമേൽ ഉറപ്പിച്ചൊന്ന് നിന്നോക്ക്. അടുത്ത ചോദ്യം എന്താ? ഖുർആന്റെ ചോദ്യം, മോനെ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചതാരാണ് മോനെ? അല്ലാത്തൊരു ചോദ്യമല്ലേ? ഒരു നല്ല ചോദ്യമല്ലേ സുഹൃത്തുക്കളെ? അതിന് ഉത്തരം കണ്ടെത്തിയവരാ ഞങ്ങള്. അഭിമാന പുരസ്സരം. നാഥ, നീ ഉടയ തമ്പുരാനെ, നീ പടച്ച തമ്പുരാനെ, നീ ലോകത്തിന്റെ നാഥൻ എന്ന്. ആ ഉത്തരം കണ്ടെത്താൻ, ആ ഉത്തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി വിചാരിക്കുന്നു. ഞങ്ങളുടെ മനസ്സതാണ്. ആ ഉത്തരത്തിൽ നിങ്ങളെത്താൻ തോറ്റുപോകരുത്. ഒരാളും ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ തോറ്റുപോകരുത് എന്ന്